എൻ്റെ പേര് സൗമ്യ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത്. ആദ്യമേ ഞാൻ പരിശുദ്ധ അമ്മ തിരുക്കുമാരനിലൂടെ എന്നിൽ ചെയ്ത നന്മകളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാനൊരു മാർത്തോമാ സഭ വിശ്വാസിയാണ്. പക്ഷേ എനിക്ക് ആദ്യമേ മാതാവിന് വളരെയധികം പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്, മാതാവിനോട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ സഹോദരൻ്റെ വൈഫിലൂടെയാണ്. അങ്ങനെ കൃപാസനത്തിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയല്ല. പക്ഷേ എനിക്ക് എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് എനിക്ക് ഇപ്രകാരം ഒരു ഉടമ്പടി എടുക്കുവാനും മാതാവുമായും എൻ്റെ ഈശോയോട് കൂടുതൽ അടുക്കുവാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ഫ്രണ്ട്, അവളുടെ വീട്ടിനടുത്തുള്ള ഒരു ഫ്രണ്ട്, അപ്പോൾ അവിടെ ആ ചേച്ചിയുടെ വീട്ടിലെ ഒരു 2.5 പവൻ്റെ ഒരു സ്വർണം കാണാതെ പോയി. അപ്പോൾ അന്ന് അത് കാണാൻ നഷ്ടമായതിൻ്റെ അന്ന് എൻ്റെ ചേച്ചിയാണെങ്കിൽ കുറച്ച് തുണി തയ്ക്കുന്നത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ സമയത്ത് അത് എങ്ങനെയാണെന്ന് അറിയില്ല, നഷ്ടമായി. എന്നാൽ അന്ന് വൈകുന്നേരം അവർ വിളിച്ചിട്ട് ചേച്ചിയോട് പറഞ്ഞു ഇതുപോലെ സ്വർണം കാണാനില്ല. എന്തോ എൻ്റെ ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത് പോലെ അവരോട് സംസാരിച്ചു. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെയാണ്, നീ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ ഈശോയോട് ഒരുപാട് പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഓർക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഫോണിൽ കൃപാസനത്തിലെ പ്രാർത്ഥനകൾ എടുക്കുകയും അതെടുത്ത് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ്, ഇത് എൻ്റെ ചേച്ചിക്കൊരു നാണക്കേടിനിടയാണ്. കാരണം നാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ജീവിതം തന്നെ പോയി, അതുകൊണ്ട് അതിനുള്ള ഇട വരുത്തരുതേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പോൾ അവൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വരെ പേടിച്ചു. പക്ഷേ ദൈവം അവളെ പിടിച്ചു നിർത്തി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് 2022 ഡിസംബറിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ 2023 ജനുവരി 1 തീയതിക്ക് മുൻപ് ഈ ഒരു കേസ് അത് ഇല്ലാതാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കപ്പോൾ ഈ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിനോട്. അപ്രകാരം തന്നെ എൻ്റെ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. പക്ഷേ പോലീസ് പറഞ്ഞു ഒരാഴ്ചത്തെ സമയം തരാം, അന്വേഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു വിട്ടു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ അതും സയന പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജനുവരി 1 തീയതി 2023 ജനുവരി 1 തീയതി അവർ കേസ് പിൻവലിച്ചതായിട്ട് വിളിച്ചു പറഞ്ഞു. സ്വർണം തിരിച്ചു കിട്ടിയിട്ടില്ല, പക്ഷേ എൻ്റെ ചേച്ചിക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് അവർ കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞു. ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, കേസ് പിൻവലിക്കുകയാണ്, ഒരു പ്രശ്നം എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു പ്രശ്നം വരാതിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും മാതാവിൻ്റെ സന്നിധിയിൽ വരും, ഉടമ്പടി എടുക്കും, സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്രകാരം മാതാവ് നടത്തി തന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി. ഞാൻ അത് കഴിഞ്ഞ് 2023 ഫെബ്രുവരി 19 തീയതി ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ ഞാൻ സമർപ്പിച്ചു. അതിൽ എൻ്റെ ഒരു നിയോഗം എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അവൾ വളരെയധികം അവൾക്കെന്തോ പറഞ്ഞു കൊടുക്കുന്ന കാര്യമൊന്നും പെട്ടെന്ന് അവൾ മനസ്സിലാക്കിയില്ല. പഠിക്കാനൊക്കെ ഭയങ്കര ഒരു ഇതാണ്. കാരണം കോവിഡ് സമയത്താണ് അവൾ പഠിക്കുന്നതിന് വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചെടുക്കാനൊക്കെ. അപ്പോൾ 1ാം ക്ലാസ്സിലോട്ട് പോയപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു, ഇവൾ എങ്ങനെ പഠിക്കും, കാരണം അക്ഷരങ്ങളൊന്നും ഒരു അടിസ്ഥാനമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഇവൾക്ക് വേണ്ടി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് അവൾക്ക് 1ാം ക്ലാസ്സിൽ അവളുടെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് അവളാണ്. പരീക്ഷയ്ക്കൊക്കെ അവൾക്ക് ഫുൾ A ആണുള്ളത്. അങ്ങനെ അവളെ മാതാവ് അനുഗ്രഹിച്ചു. ഒപ്പം എൻ്റെ കുഞ്ഞിന് ഇവിടെ വന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ കുഞ്ഞിനടുത്ത് പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, അമ്മേ ഈ രൂപം കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഈ ദൈവത്തിൻ്റെ ഫോട്ടോ ഒന്ന് വാങ്ങി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് ക്യാഷ് കുറവായിരുന്നു. ഞാൻ പറഞ്ഞ് അടുത്ത് വരുമ്പോൾ വാങ്ങിത്തരാം മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ മാസം ഞങ്ങളിവിടെ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അന്നായിരുന്നു. അന്ന് ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഒരു ജപമാലയും അവൾക്ക് വാങ്ങിക്കൊടുത്തു. അന്ന് അവൾ അത് സന്തോഷത്തോടെ അവൾ വാങ്ങി. അവൾ അന്ന് മുതൽ എന്നോടൊപ്പം ജപമാല ചൊല്ലാനൊക്കെ വരും. പക്ഷേ അന്ന് ഇവിടുന്ന് പോയി അന്ന് രാത്രി എൻ്റെ കുഞ്ഞൊരു സ്വപ്നം കണ്ടു. രാവിലെ അവൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ ഞാൻ ഇന്നലെ മാതാവിനെയും ഉണ്ണി ഈശോയും കണ്ടു എന്ന് വെച്ചു.
അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് കണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു, എൻ്റെ 2 വശത്തായിട്ട് അവരുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾക്ക് അതിനുശേഷം മാതാവിനോടൊരു വല്ലാത്തൊരു അടുപ്പമുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി പറയുമ്പോൾ പറയും, അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, എന്നോടൊപ്പം മാതാവ് ഉണ്ടല്ലോ എന്ന് പറയും. ഞാൻ അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഉടമ്പടി തൈലം അവളുടെ നെറ്റിയിൽ കുരിശ് വരച്ചാണ് ഞാൻ അവളെ വിട്ടയക്കുന്നത്. അങ്ങനെ എൻ്റെ കുഞ്ഞ് ആത്മീയമായി ഒരു പക്ഷേ നന്നായി പ്രാർത്ഥിക്കുന്നൊരു കുഞ്ഞാണ് എൻ്റെത്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാരണം അവളുടെ പ്രായത്തിൽ അവൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല, ആർക്ക് വയ്യെന്നോ, ഇപ്പം നമ്മൾ സംസാരത്തിനിടയിൽ ആരെങ്കിലും ഇതുപോലെ സുഖമില്ല എന്ന് പറയുമ്പോൾ അവളത് ശ്രദ്ധിച്ച് വെച്ചിട്ട് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവളത് പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി ഒരു കുഴപ്പവും വരാതിരിക്കണേ എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ കുഞ്ഞൊരു മിടുക്കിയായിട്ട് ഇപ്പം വളരുന്നു. എൻ്റെ 2ാമത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു ദൈവവിശ്വാസിയാണ്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ പള്ളിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഒരു സമയമായപ്പോൾ പെട്ടെന്ന് പള്ളിയിലൊന്നും വരില്ല. അപ്പോൾ പള്ളിയിലുള്ള എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്താ വരാത്തതെന്ന്. പള്ളിയിൽ ആക്റ്റീവായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറയുമായിരുന്നു പള്ളിയിൽ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. പിന്നെ ഞാനത് മാതാവിന് കൊടുത്തു. മാതാവിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും പള്ളിയിൽ വന്നേ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി. ആദ്യത്തെ ആഴ്ച നോക്കി, വന്നില്ല. പിറ്റേ ആഴ്ച രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ സമയത്ത് ഞാൻ ഉടമ്പടി ഇവിടെ നിന്ന് വെഞ്ചരിച്ച കാശ് രൂപം ഞാൻ വാങ്ങിയിരുന്നു. അത് ഞാൻ ഹസ്ബൻഡ് കിടന്ന തലേണയുടെ അടിയിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ ഞാൻ 8 മണിക്ക് സൺഡേ സ്കൂളിന് പോകും. 9 മണിക്കാണ് ഞങ്ങൾക്ക് ആരാധന. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ രാവിലെ പോവും, 9 മണി കഴിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. സത്യം പറഞ്ഞാൽ അന്ന് 9:30 വന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു, ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നില്ലേ മാതാവേന്ന്. പക്ഷേ 9:30 കഴിഞ്ഞപ്പോൾ വന്നു, ഹസ്ബൻഡ് പള്ളി വന്നു. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ വരാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും കാരണം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, ഇപ്പോൾ പള്ളിയിൽ വരുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നുണ്ടല്ലോ എന്ന്. അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരു നിയോഗം, ഞങ്ങൾക്കൊരു ബൈക്കുള്ളത് എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് എനിക്കൊരു പുതിയ ബൈക്ക് വാങ്ങണമെന്ന് ഞാൻ മാതാവിനോട് വച്ചു. പക്ഷേ ഒരു വഴിയുമില്ല ഞങ്ങളുടെ കയ്യിൽ. ഞാൻ വെറുതെ അങ്ങനെ വച്ചു. പക്ഷേ അറിയില്ല, മാതാവ് ഞങ്ങൾക്കൊരു ബൈക്കല്ല, പകരം ഞങ്ങൾക്കൊരു ഓട്ടോ വാങ്ങാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നു. അത് ഞങ്ങളുടെ കയ്യിൽ 1 രൂപയില്ലായിരുന്നു. പക്ഷേ അതിനുള്ള വഴികളൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. മാതാവ് ഞങ്ങൾക്ക് തന്നതായിരുന്നു. ഒപ്പം തന്നെ ഹസ്ബൻഡിന് സ്ഥിരമായിട്ടൊരു ഉപജീവന മാർഗമില്ലായിരുന്നു. അപ്പോൾ മാതാവ് ഓട്ടോ എടുത്തതിലൂടെ അത് ഓടുവാൻ വേണ്ടി പോകാനും അങ്ങനെയൊക്കെ മാതാവ് സഹായിച്ചു. എൻ്റെ അടുത്തൊരു നിയോഗം, എനിക്ക് ഇടയ്ക്ക് 3 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആവുമായിരുന്നു. അത് ഞാൻ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവൊന്ന് കുറഞ്ഞാൽ മതി എനിക്ക് വരും. എനിക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ വരും. ഞാൻ ഏകദേശം 3 മാസത്തോളം ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഒരിക്കലും കുറയുന്നില്ല. അപ്പോൾ ഞാൻ എന്നും ഇതുപോലെ പ്രാർത്ഥിക്കും, പക്ഷെ കുറയുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷവും എനിക്ക് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇത്രയും ഗുളിക കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പോൾ ഗുളിക കൊണ്ട് മാറാനുള്ളതായിരുന്നുവെങ്കിൽ എനിക്കത് മാറുമായിരുന്നു. അപ്പോൾ ഇനി അതുകൊണ്ട് മാറില്ല, എനിക്ക് എന്തായാലും മാതാവ് മാറ്റി തന്നെ. എൻ്റെ ഈശോയോട് ഞാൻ പറഞ്ഞു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി എൻ്റെ ദൈവം, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചപ്പോൾ ആ വിളി കേട്ട എൻ്റെ ദൈവം എന്നോട് കരുണ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒരു 6-7 മാസം കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നമില്ല. ഈ കഴിഞ്ഞ ചൂട് സമയത്തൊക്കെ എനിക്ക് സാധാരണ വരുന്നതാണ് ഇൻഫെക്ഷൻ. എൻ്റെ ഞാൻ വെള്ളം കുടിക്കുന്ന അംശം ഒന്ന് കുറഞ്ഞാൽ മതി, എനിക്ക് പെട്ടെന്ന് വരും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എൻ്റെ ദൈവം എന്നെ നടത്തി. എൻ്റെ മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ സഹോദരർ ഇടയ്ക്ക് മദ്യപാന ശീലമുണ്ടായിരുന്നു. അത് കാരണം ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ മാതാവിനോട് ലൈറ്റൊക്കെ എൻ്റെ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അത് മാറി പൂർണ്ണമായും ഒരു പ്രശ്നവുമില്ല, സമാധാനത്തോടെ പോകുന്നുണ്ട്. പിന്നെ ഒരു ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ രാവിലെ എഴുന്നേറ്റ് റോഡിലൊക്കെ പോയിട്ട് വന്നതായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു വയറുവേദന വന്നു. പുഴു കിടന്ന് പിടയ്ക്കുന്നത് പോലെ പപ്പ കിടന്ന് പിടയ്ക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. വണ്ടി എടുക്കാൻ പോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ആ ഉടമ്പടി തൈലം പൂശി ഒരു 5 മിനിറ്റ് ആവില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അത് മാറി. പപ്പ പറഞ്ഞു വേണ്ട, ആശുപത്രിയിൽ പോകേണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പപ്പ എണീറ്റ് റോഡിൽ വരെ പോയി. പപ്പയ്ക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. മാതാവ് നൽകിയ സൗഖ്യത്തിനായി നന്ദി പറയുന്നു.
ഇത്രയും അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ മാതാവും ഉണ്ണിയേശുവും എനിക്ക് ചെയ്തു തന്നത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു റീഹാബിറ്റേഷൻ സെൻ്ററുണ്ട്. അവിടെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോവും. പിന്നെ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും രോഗികളെ കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പത്രം ഞാൻ പൊതുമേഖലകളിലാണ് കൂടുതലെന്ന് പറഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡുകളിലും അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോകും. മാതാവ് ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കാൻ എന്നെ സഹായിക്കണേ, ആവശ്യമില്ലാത്തവർ എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോകും. മാതാവ് എനിക്ക് കാണിച്ചു തന്നവർക്ക് മാത്രമേ ഞാൻ പത്രം കൊടുത്തിട്ടുള്ളൂ. ആദ്യമൊക്കെ എനിക്കൊരു ചമ്മലായിരുന്നു കൊടുക്കാൻ, കാരണം ചിലർ പറയും വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നി. പിന്നെ ഞാൻ ആലോചിച്ചു, ആ ക്രൂശിൽ കിടക്കുന്ന യേശു അനുഭവിച്ചതിൻ്റെ ഒരു അംശം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അതെന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ സന്തോഷത്തോടെ കൊടുക്കാൻ തുടങ്ങി. ദൈവസ്നേഹത്തിൽ തന്നെയാണ് ഞാൻ പിന്നെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ച ഒരു കാര്യമാണ് ബൈബിൾ എനിക്ക് വായിച്ച് തീർക്കണമെന്ന്. പക്ഷെ ഒരിക്കലും എനിക്ക് പറ്റിയിട്ടില്ല. കൂടിപ്പോയി ആദ്യത്തെ ഒരു 2-3 പുസ്തകങ്ങൾ മാത്രം വായിക്കുന്നല്ലാതെ പിന്നെ എനിക്ക് പറ്റിയിട്ടേ ഇല്ല. പക്ഷെ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് തീർക്കാൻ എനിക്ക് കൃപ കിട്ടി. ഇപ്പോൾ ഞാൻ 2ാമത് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കൃപ എൻ്റെ മാതാവ് എനിക്ക് തന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിലും ചിലപ്പോൾ എനിക്കും എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുക്കൾ അത്രയും മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചെന്നുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എൻ്റെ പ്രാർത്ഥന എനിക്ക് അറിഞ്ഞുകൂടാത്ത എല്ലാവർക്കും വേണ്ടി, രോഗത്തിലായിരിക്കുന്നവർക്കും മറ്റവസ്ഥകളിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അതിനുള്ളൊരു കൃപ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി. ഈശോയോട് കൂടുതലൊരു സ്നേഹമുണ്ടായി. കാരണം ഇപ്പോൾ കഴിഞ്ഞ പീഡാനുഭവ സമയത്ത് നോമ്പെടുക്കാൻ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചതായിരുന്നു. എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് വിടും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ആ നോമ്പെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ നോമ്പ് വെറുതെ എടുക്കാനല്ല, അതിലൂടെ ഈശോയുടെ പീഡാനുഭവത്തോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. ആ 50 ദിവസവും എനിക്ക് എൻ്റെ ഈശോയോട് ചേർന്ന് നിൽക്കാൻ തന്നെ കഴിഞ്ഞു. എന്താണ് ആ സഹനമെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എന്നുണ്ടായി. ഇനിയുള്ള എൻ്റെ ജീവിതവും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി തന്നെ നിത്യജീവനോളം എൻ്റെ ഈശോയോട് ചേർന്ന് ജീവിക്കണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹം. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ മകളെ ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട മകൾ എൻ്റെ ദൈവം എനിക്ക് തന്നു. അതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈശോയും മാതാവും ചെയ്ത ഒത്തിരി അനുഗ്രഹങ്ങൾക്കായി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കാനായിട്ട് കാരണമായ സാഹചര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അതിലൊരു തീരുമാനം ഉണ്ടായെന്നുള്ളതും, ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് അന്നത്തെ ദിവസം ഈ കൂടെ നിൽക്കുന്ന മകൾ പരിശുദ്ധ അമ്മയെ ഈശോയെ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുത്ത ദിവസം അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ സ്വപ്നത്തിലോ നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗങ്ങളുടെ ഭാഗമായിട്ട് അത് വരുമ്പോൾ ഉടമ്പടി എടുത്തോ പറഞ്ഞപ്പോൾ ഈ സാക്ഷ്യം സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കറിയാം, ഈ സ്വപ്നം ദൈവം എപ്പോഴും തൻ്റെ സാന്നിധ്യത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും അടയാളമായിട്ട് ഒരാൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ മകൾ ആ ദിവസം തന്നെ അങ്ങനെ ഒരു സ്വപ്നം കാണുമ്പം ഉടമ്പടിയോടൊപ്പം മാതാവ് അല്ലെങ്കിൽ ഉടമ്പടി മാതാവ് ഏറ്റെടുത്തു എന്നുള്ളൊരു സാന്നിധ്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് ഈ സാക്ഷ്യം കൂടി കേൾക്കുമ്പോൾ അതിനെല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും. കാരണം ഒരു സൗഖ്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, അപ്പച്ചൻ്റെ കാര്യം പറയുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പം സൗഖ്യം വ്യക്തമായിട്ട് ദർശിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കുന്നു, നേർച്ച വസ്തുക്കളും സൗഖ്യം അനുഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ഭൗതികമായിട്ടുള്ള കുറച്ച് നേട്ടങ്ങൾ സൈഡിൽ ഉണ്ടാകുന്നതിനോടൊപ്പം ഈ ഒരു വശത്ത് ബൈബിള് പൂർണ്ണമായിട്ട് വായിക്കാനായിട്ടുള്ള കൃപ കിട്ടുന്നു. അല്ലെങ്കിൽ എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുക്കൾ എന്നതിനേക്കാളപ്പുറം പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ സ്വന്തമായിട്ട് ലഭിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാൻ പറ്റുന്നു. ഉടമ്പടി ആരാധന ക്ലിയറായിട്ട് കൂടുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ 2 രീതിയിലും ഒരു വ്യക്തി നിത്യത വരെ ദൈവത്തിനോടൊപ്പം ആയിരിക്കണം എന്നുള്ളൊരു ബോധ്യം. അപ്പോൾ ഇത് ഉടമ്പടിയുടെ വിജയം എന്നത് ഈ കാര്യങ്ങൾ ക്രമപ്പെടുന്നു എന്നുള്ളതല്ല, ഒരു വ്യക്തി ആത്മീയമായിട്ട് വളരുന്നു എന്നുള്ളതാണ്. ഒരാൾക്ക് കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ട് പുള്ളി ആത്മീയമായിട്ട് വളരുന്നില്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ലോജിക്ക്, ക്രിസ്തുവിൻ്റെ ലോജിക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു വ്യക്തി എന്നല്ല, സാക്ഷ്യം പറയുന്ന എല്ലാ വ്യക്തികളുടെയും ലാൻഡിങ് സാക്ഷ്യങ്ങൾ നിങ്ങൾ സ്ഥിരം കേൾക്കുന്നവർക്കറിയാം, അവരെല്ലാം കൊണ്ട് നിർത്തുന്ന ഈ പ്രാർത്ഥനയിലേക്കാണ്. പേരെ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു അനുഭവം കിട്ടിയതിനൊപ്പം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉടമ്പടി എടുത്ത മകളോട് കൂടെ ഉണ്ട് എന്ന രീതിയിൽ ആ മകൾക്കും ഒരു പ്രാർത്ഥനയുടെ അനുഭവം കിട്ടി എന്നതിലും ഒപ്പം ഇവർക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.